അവർക്ക് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ ഹൃദയത്തിൽ നൂറുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായ നൂറ്? എന്താണ് അതിന്റെ മാധ്യമം? ഏത് മാധ്യമത്തിലൂടെയാണ് അവർക്ക് ലഭിച്ചത്? അതാണ് നാം ചിന്തിക്കേണ്ടത്. അത് മറ്റൊന്നുമല്ല, അന്നുണ്ടായിരുന്നവർ ആലിമീങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥമായ അള്ളാഹുവിന്റെ നൂറുള്ള ആലിമീങ്ങളായിരുന്നു. യഥാർത്ഥ ഇൽമ്, യഥാർത്ഥ നൂറ് അള്ളാഹു നൽകിയ ആത്മാർത്ഥമായ മുഖ്ലിസീങ്ങളായ ആലിമീങ്ങളായിരുന്നു. അവരിൽ നിന്നാണ് അവർ കേട്ടത്, അവരിൽ നിന്നാണ് പഠിച്ചത്. അവരായിരുന്നു അവരുടെ ഗുരുനാഥന്മാർ. ചെറുതാണെങ്കിലും അവരുടെ ഇൽമ് നൂറായിരുന്നു. ചെറുതെങ്കിലും അവർക്ക് നൽകപ്പെട്ടത് ആ ഇൽമ് അവർ ഭുജിച്ച്, അവർ അനുഭവമാക്കി, അത് നൂറാക്കി അള്ളാഹു ഹൃദയത്തിലേക്ക് നൂറ് കൊടുത്തവരായിരുന്നു അവർ. തൗഹീദിന്റെ നൂറ് അവരിലുണ്ടായിരുന്നു. ഇന്നാകട്ടെ അറിവുകൾ ധാരാളമുണ്ട്, പക്ഷേ അത് ഭുജിച്ച് അനുഭവമാക്കി അത് ഹൃദയത്തിൽ നൂറായി മാറി അള്ളാഹു നൂറേകിയ, നൂറ് സമ്മാനിച്ച അള്ളാഹുവിന്റെ ഇൽമ്, യഥാർത്ഥ നൂറ് ഹൃദയത്തിൽ എത്തിയവരും അത് കൈമാറ്റം ചെയ്യുന്നവരും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വായിൽ നിന്ന് വരുന്ന അറിവുകൾ കാതിലൂടെ കേട്ട് കാതിലൂടെ പുറത്തു പോകുന്നത് പോലെ യാതൊരു ഉപകാരവുമില്ലാത്ത അറിവുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൽമുൻ ലം യൻഫഉഹു അലിമുൻ ലം യൻഫഉഹു ഇൽമുഹു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. ആലിമീങ്ങൾക്ക് പോലും നഫ്ഇല്ലാത്ത ഇൽമു, ഉപകാരപ്രദമല്ലാത്ത ഇൽമു, അത് ഉണ്ടാവാൻ കാരണം ഇതാണ്. ഇങ്ങനെയുള്ള അറിവുകൾ നമ്മുടെ ലോകത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ നഫ്ഉള്ള നാഫിയായ ഇൽമു, ഉപകാരപ്രദമായ ഇൽമു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നൽകപ്പെടുന്ന നൂറാണ്. ആ നൂറ് നമുക്ക് നൽകപ്പെടണമെങ്കിൽ നിശ്ചയമായും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കണ്ണിമുറിയ